പിന്നെ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള അക്രമങ്ങൾ വ്യാപകമാണ്. നിങ്ങൾക്കറിയാം, സ്ഥാനാർത്ഥിക്ക് പോലും രക്ഷയില്ലായിരുന്നല്ലോ. ഉണ്ണിത്താൻ്റെ കാർ അടിച്ചു പൊളിച്ചു. പിന്നെ അവിടെ കള്ളവോട്ടുകൾ വ്യാപകമായി ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ മണ്ഡലത്തിൽ കഞ്ഞിക്കുടിയിൽ ഒരു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഭർത്താവുമായിട്ട് വന്ന് മകനെന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കൊണ്ടുവന്നിരിക്കുക. സ്വന്തം മകനെ മാറ്റിയിട്ട് കള്ളവോട്ട് ചെയ്യുന്നൊരു ശീലം ഒന്ന് ആലോചിച്ച്. അതും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ഭർത്താവുണ്ട്, വേറൊരു കുട്ടിയുണ്ട്. അപ്പൊ നമ്മൾ ഏജന്റ് പറഞ്ഞു ഇത് ഇവരുടെ മകനല്ല. ചാലഞ്ച് ചെയ്തു ഏജന്റ്. ആ ഏജന്റിനെ ഭീഷണിപ്പെടുത്തി ഭീകരമായിട്ട്. പക്ഷെ അവസാനം അവൻ ഓടി രക്ഷപ്പെട്ടു. അച്ഛനും അമ്മേന്റെയും മുമ്പിൽ മകൻ ഓടി രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത്. വോട്ട് ചെയ്യാൻ വന്ന മകൻ. അപ്പൊ വ്യാപകമായ കള്ളവോട്ട് ശ്രമങ്ങൾ, അത് തടയാൻ ശ്രമിച്ച ഉണ്ണിത്താനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ, പല സ്ഥലത്തും നമ്മുടെ പ്രവർത്തകർ ആക്രമണത്തിൽപ്പെട്ട് പരിക്കേറ്റ് കിടക്കുകയാണ്. ഏറ്റവും ഗൗരവമായ കാര്യം കരുനാഗപ്പള്ളിയിലുണ്ടായതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് CR മഹേഷിന്. അദ്ദേഹത്തിന് പ്രകൃതം അറിയാവുന്നതാണ്. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ 3 പാർട്ടികൾക്കും കുട്ടിക്കലാശത്തിനോട് റൂട്ട് കൊടുത്തിരുന്നു. CPM മാത്രം റൂട്ട് മാറ്റി കോൺഗ്രസിന്റെ റൂട്ടിലൂടെ വന്നു. കോൺഗ്രസിന്റെ ജാഥയെ, UDFന്റെ ജാഥയെ മറികടന്ന് വന്നു. ആ മറികടന്ന് വന്നപ്പോൾ ഉണ്ടായ ചെറിയ ചെറിയ ക്ലാഷ് അവസാനം വലിയ കല്ലെടുത്തത്. ആ വീഡിയോ നിങ്ങളൊക്കെ കണ്ടോ? മഹേഷ് ആ കല്ലിൽ വീണ്. മഹേഷിന്റെ ഇവിടെയായിരുന്നു കൊണ്ടത്. ഇത്തിരി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ മഹേഷിന്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ലായിരുന്നു. മഹേഷ് സത്യത്തിൽ പോയത് അവിടെ ഈ അലങ്കോലം ഉണ്ടാകുമ്പോൾ തടയാനും നിയന്ത്രിക്കാനും വേണ്ടി പോയ മഹേഷ് ഇപ്പം ഏറ്റവും വിചിത്രം എന്ന് പറയുന്നത് അയാൾ വധശ്രമ കേസിലെ പ്രതിയാണ്. ഞാൻ ഇന്നലെ രാത്രി മഹേഷിനെ ആശുപത്രി കണ്ടിട്ടാണ് വരുന്നത്. അദ്ദേഹം താലൂക്ക് ആശുപത്രി തന്നെയായിരുന്നു, വേറെ ഒരു പ്രൈവറ്റ് ആശുപത്രിയും പോയിട്ടില്ല. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലാണ് MLA കിടക്കുന്നത്. എന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ സുസൻ കോടി എന്ന് പറയുന്ന CPMന്റെ നേതാവ്, അവർ കൊടുത്തിരിക്കുന്ന FIR അനുസരിച്ചിട്ട് മഹേഷിന്റെ പേരിൽ വധശ്രമ കേസ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ആ സ്ത്രീ, ബഹുമാനപ്പെട്ട സ്ത്രീ, വളരെ സജീവമാണ്. എല്ലാ പോളിംഗ് ബൂത്തുകളും മുന്നിൽ കറങ്ങി നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പോലീസ് നിഷ്പക്ഷമായും നീതിപൂർവമായും നടപ്പിലാക്കണമെന്നാണ് പോലീസിന്റെ ഉത്തരവ്. നമ്മൾ മോഡിയെ കുറ്റപ്പെടുത്തുന്നതാണല്ലോ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, CBI, ഇൻകം ടാക്സ് തുടങ്ങിയ ഏജൻസികളെ അവർക്ക് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടത്താൻ അവരുടെ കൂടെ കൺട്രോൾ ഇലക്ഷൻ കമ്മീഷൻ എടുക്കണമെന്നാണ് നമ്മൾ പറയുന്നത്, പോലീസിന്റെ കൺട്രോൾ കൂടാതെ. എനിക്ക് സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. എങ്ങനെ പോലീസിന് ധൈര്യം വന്നു? വാദിയെ പ്രതിയാക്കി ഒരു കേസെടുക്കുക. ഇത് അങ്ങേറ്റത്തെ ലജ്ജാകരമായിട്ടുള്ള കാര്യം.